ഇനി നമുക്ക് ആനയെയും ആമയെയും കുറിച്ച് പറയാട്ടോ. ഇത് രണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൾരൂപം എടുത്തു വെക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളവിടെ പല ആവശ്യങ്ങൾക്കായിട്ട്, പല അസുഖങ്ങൾ മാറാനായിട്ട്, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അതുപോലെ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ മുഴയൊക്കെ ഉണ്ടാകില്ലേ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ, അതൊക്കെ നമുക്ക് അവിടെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാം. ആ കൂട്ടത്തിലാണ് ഒരു ആനയും ഒരു ആമയും ഉള്ളത്. ചെറിയൊരു ആനയും ചെറിയൊരു ആമയും ഉണ്ട്. അപ്പൊ അതിലെ ആനയെ എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ആന എന്ന് പറഞ്ഞാൽ അറിവാണ്, ബുദ്ധിയാണ്. ഇവരൊക്കെ അറിവിന്റെ ബുദ്ധിയുടെ ആൾക്കാരാണ് കേട്ടോ. ആനയുടെ ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഗണപതിയുടെ ഒക്കെ ശിരസ് കണ്ടിട്ടില്ലേ, ഭയങ്കര ബുദ്ധിയെ ഗണപതിക്ക്. ഈ ആന പക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്? അതിന് ഓർമ്മശക്തി കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വർഷങ്ങളോളം അത് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. കണ്ട മുഖങ്ങളൊന്നും മറക്കില്ല. അപ്പൊ അത്രയും ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ കൂടുതലാണ് ഈ ആനയ്ക്ക്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധി, നല്ല അറിവ്, നല്ല വിവരം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ആനയെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, നമ്മൾ എങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ കേൾക്കുന്നതാണ് പറയുക. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ ആനയെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. അറിവാണ് അവിടെ പ്രധാനം. നല്ല അറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആനയെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു കാര്യം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, നല്ല ആനയെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. പണ്ടൊക്കെ ഒരു ആനയൊക്കെ ഉള്ള ഒരു കുടുംബം, ഒരു തറവാട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആഢ്യത്വത്തെയാണ് സൂചിപ്പിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ തൊട്ടിലും കുട്ടീനെയും എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടി ഉണ്ടാവണം എന്നല്ലേ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആനയുണ്ടാകണം എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ ആന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിലുപരി ആനയെ വാങ്ങാനുള്ള ആ ഒരു സമ്പത്ത് ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ അത്രയും എന്താണ് സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആനയാണെങ്കിലും പിന്നെ ആമയാണെങ്കിലും ഈ അറിവിന്റെ ആളാണെന്നാ പറയാ. അതേപോലെ തന്നെ മത്സ്യം, വരാഹം, അപ്പൊ വേദങ്ങളെയൊക്കെ കൊണ്ടുവന്നത് വരാഹാണല്ലേ. അപ്പൊ ഇവരൊക്കെയും ഈ അറിവിന്റെ ആൾക്കാരാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആമയെ കുറിച്ച് പറയാം. ആമയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ അവയവങ്ങൾ, അതിന്റെ കൈകാലുകൾ, അതിന്റെ തല, അതൊക്കെ അതിന്റെ പുറന്തോടിനുള്ളിലേക്ക് വലിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇല്ലേ. അത് ആ ആമയ്ക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. അത് ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് അതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഈ ആമയ്ക്ക് സാധിക്കും. അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണ്, നമ്മുടെ കേൾവി ശക്തി, നമുക്ക് ശ്വസിക്കാനുള്ള നമ്മുടെ മൂക്ക്, നമ്മുടെ നാക്ക്, അതേപോലെ നമുക്ക് സ്പർശിക്കാനുള്ള നമ്മുടെ ശരീരം, ഇതെല്ലാമാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ. ഇതാണ് പ്രധാനപ്പെട്ട 5 ഇന്ദ്രിയങ്ങൾ. ഇതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. അതായത് അരുതാത്ത കാര്യങ്ങൾ കാണരുത്, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത്. അങ്ങനെ അരുതാത്തതും ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വേർതിരിച്ച് വെക്കുക. ഇതിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്.